ഒരു ദേശാടന കിളിയെപ്പോലെ പ്രദേശങ്ങളിൽ നിന്ന് പ്രദേശങ്ങളിലേക്ക്, ദേശാന്തരങ്ങളിലേക്ക് ദേശാടനം ചെയ്തിരിക്കുന്ന നമ്മിലേക്ക് തീർത്ഥാടനം നടത്തിയോ? നമ്മളെ കണ്ടെത്തിയോ? നാം എന്ന് പറയുന്ന ഒരു ഉണ്മയെ നമ്മൾ കണ്ടെത്തിയോ? മറ്റു പലർക്കും നാം ചിലപ്പോ ക്രൂരനാകാം, മറ്റു പലർക്കും നമ്മൾ ചിലപ്പോ ഉറപ്പിക്കുന്ന ഒരാളാവാം, മറ്റു പലർക്കും നമ്മൾ ചിലപ്പോ ഒരു ലുബ്ധനാകാം, ഒരു കഞ്ചൂസാകാം, മറ്റു പലർക്കും നമ്മളൊരു ക്രുദ്ധനാകാം. പക്ഷേ നമ്മളറിയുന്ന ആളുകൾക്ക് നമ്മൾ മനോഹരമായി രചിക്കപ്പെട്ട ഒരു കവിതയാണ്. നമ്മളറിയുന്ന ആളുകൾക്ക് നമ്മൾ ആശയ സമ്പുഷ്ടമായ ഒരു വാങ്മയ ചിത്രമാണ്. നമ്മളറിയുന്ന പല ആളുകൾക്കും നമ്മൾ ചിലപ്പോ മാതൃകാ സമ്പന്നനായ ഒരു യുഗപുരുഷനാണ്, ഒരു ഗൃഹനാഥനാണ്. നാം നമ്മളെ കണ്ടെത്തുമ്പോ നമുക്ക് ചിലപ്പോ ചില ആത്മധൈര്യങ്ങൾ വരും. ചിലപ്പോ നമ്മുടെ പോരായ്മകളെ നമുക്ക് തിരുത്താനും സാധ്യമാകും. കുറ്റബോധങ്ങൾ മനുഷ്യന് തിരുത്താനുള്ളതാണ്. അല്ലാതെ എവിടെയെങ്കിലും നിരാശാജനകമായ മനസ്സുമായിട്ട് ഞാൻ പരാജയപ്പെട്ടു, ഇനി ഞാൻ ജയിക്കില്ല, ഇനി എനിക്ക് ലോകത്തെ ഒരു മുന്നേറ്റവും നടത്താൻ സാധ്യമല്ല എന്ന് പറഞ്ഞ് ഒരു അഴകുഴമ്പൻ ചിന്താഗതിയോടുകൂടെ കാലത്തിന്റെ പലകപ്പുറത്ത് ഏതെങ്കിലും ഒരു മൂലയിൽ പോയിരുന്നിട്ട് പരാജയത്തിന്റെ പഞ്ചപുച്ഛമടക്കി നിരാശാകാമുകനായി ഇരിക്കലല്ല ഒരു മനുഷ്യന്റെ പരിഹാര പ്രക്രിയ. പിന്നെ എന്താണ്? അവൻ കൂടുതൽ ഊർജസ്വലനാവലാണ്, അവൻ കൂടുതൽ പൂർവോപരി ശക്തിയോടുകൂടെ അവന്റെ വിജയമന്ത്രങ്ങളെ കണ്ടെത്തലാണ്. ഈ കുറ്റബോധം കൊണ്ടാണ് പലരും മതത്തിൽ നിന്ന് വരെ അകലുന്നത്, മതവിശ്വാസധാരകളിൽ നിന്ന് ദൂരെ പോകുന്നത്. ചിലപ്പോ കുറ്റബോധങ്ങളെ കൊണ്ട് കുടുംബത്തിൽ നിന്നാകലും ആത്മീയതയിൽ നിന്നാകലും. ഞാനിനി ജയിക്കൂല, ഞാനിനി നന്നാവൂല, അല്ലേ? പല ചിന്തകരും സിഗ്മണ്ട് ഫ്രോയിഡ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ മെന്റാലിറ്റിയുടെ പേര് തന്നെ ഈഡിപ്പസ് കോംപ്ലക്സ് എന്നാണ്. പ്രോമിത്യൂസിൽ സാനുമാഷ് പറയുന്നു, അറിയാതെ ജനനിയെ പരിണയിച്ചൊരു യവന തരുണന്റെ കഥ എത്ര പഴകി എന്ന് പറഞ്ഞാല്, റോമിലെ പഴയ ഈഡിപ്പസ് രാജാവ്, അദ്ദേഹം റോമയിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അറിയാതെ നാടുവിട്ടു പോകുന്നുണ്ട്, പിന്നെ നാട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. തന്നെക്കാൾ പ്രായത്തിന് മൂത്ത ഒരു സുന്ദരിയായ സ്ത്രീയെ അദ്ദേഹം പിന്നെ വിവാഹം ചെയ്യുന്നു.